ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പൊട്ടാറ്റോ ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മയം ഉണ്ടാവും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ കുക്കർ ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതുകൂടി ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണ വരെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വലിയ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഏലയ്ക്ക, ഒരു കറുവാപ്പട്ടയുടെ ഇല. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിൽ 3.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടെയാണ് വേണ്ടത്. എന്തായാലും ഒരു മുറി നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി 2 ഗ്ലാസ് അരി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രഷറിൽ ഇരുന്ന് തന്നെ ഇത് വേവണം. എന്നിട്ട് ആ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മയമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.